ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പേരിയാണ് കേട്ടോ. അതായത് പച്ച മത്തനും പച്ച ചെമ്മീനും കൊണ്ടുള്ള ഉപ്പേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഈ ഒരു കഷ്ണം മത്തനാണ്, മഞ്ഞ മത്തനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഈ മത്തനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എടുത്തത് ഒരു 150 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ ഞാൻ ഒരു ചട്ടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചുവന്ന മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്നതാണ് നമ്മൾക്ക് രുചിക്കനുസരിച്ചുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുന്ന സമയത്ത് കൂടി പോകരുത്. ചെമ്മീൻ ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് ചെമ്മീൻ വേവാനുള്ള വെള്ളം. അപ്പോൾ ചെമ്മീൻ വേവാനുള്ള വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഈ ചെമ്മീനൊന്ന് ഒരു 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴിതാ മത്തൻ ചെമ്മീൻ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മത്തൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തത്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഈ മത്തനും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മത്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും ഇതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ മത്തൻ വേവേണ്ട വെള്ളം ഇതിലുണ്ട്. അപ്പോൾ നമ്മൾക്കിത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മത്തനും കൂടെ എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. ഇനി നമ്മൾക്ക് ഉപ്പേരിക്ക് വേണ്ടുന്ന മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-10 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്. അപ്പോൾ ഇത്രയുമാണ് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ മത്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇനി നമ്മൾക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മത്തൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു സമയം കൊണ്ട് മസാല ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി അല്ലി എല്ലാം കൂടി ചതച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമത്തനും ചെമ്മീനും കൊണ്ടുള്ള വളരെ രുചികരമായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ എരിവും എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തോരൻ, ഉപ്പേരി അല്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടില്ലേ, നല്ലൊരു കളറൊക്കെ ഉണ്ട് ഇനി വന്നിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.